ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റി 130 പോയിന്റിന്റെ ഒരു അപ്സൈഡ് മൂവ് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നിഫ്റ്റി ടോപ്പ് 500 കമ്പനികളുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ അവിടെ 115 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ 500 സ്റ്റോക്കുകളിൽ 115 സ്റ്റോക്കുകളെ മുന്നോട്ട് പോയിട്ടുള്ളൂ. 354 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാര്യമായ മൂവ് ഉണ്ടായത് നിഫ്റ്റി 50 സ്റ്റോക്കുകൾ മാത്രമാണെന്ന് കാണാം. കാരണം നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 ചുവപ്പിലാണ്, മിഡ് ക്യാപ് ചുവപ്പിലാണ്, സ്മോൾ ക്യാപ് ചുവപ്പിലാണ്. ഇപ്പോൾ ഈ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. മുന്നോട്ട് പോയത് നിഫ്റ്റി 50 മാത്രമാണ്. ആ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ 26 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിരുന്നു. ഇപ്പോൾ നിഫ്റ്റി 500ൽ ഭൂരിഭാഗം സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തപ്പോൾ നിഫ്റ്റി 50യിലെ ഭൂരിഭാഗം സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്യുകയാണ് ചെയ്തത്. 24 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അപ്പോൾ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളിൽ നമുക്ക് കാണാമെങ്കിൽ അവിടെ TCS ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, വിപ്രോ ഉണ്ട്. ഇങ്ങനെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള IT ജയൻറ്റ് കമ്പനികളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല വെയിറ്റേജ് നിഫ്റ്റിയിലുള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റി നല്ല രീതിയിൽ മാർക്കറ്റിനെ പ്രതിരോധിച്ച് നിൽക്കുകയായിരുന്നു. കൂടാതെ ഫാർമ സെഗ്മെൻറ്റിലും ഡോക്ടർ റെഡ്ഡി, സൺഫാർമ പോലെയുള്ള സ്റ്റോക്കുകളിലും നേരിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റി ഇന്ന് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരിക്കും നൽകുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് HDFCയുടെ റിസൾട്ട് വരുന്നത്. അത് മാർക്കറ്റ് അവറിലാണ് വരുന്നത്, ആഫ്റ്റർനൂൺ സെഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റി. ഇപ്പോൾ HDFCയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത ഒരു റിസൾട്ടായിരുന്നു. കാരണം അവിടെ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 9% ഒരു വർധനവുണ്ട്. കൂടാതെ നെറ്റ് പ്രോഫിറ്റിൽ 2% ഒരു വർധനവുണ്ട്. ഇത് സ്ട്രീറ്റ് പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ്. സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തതുകൊണ്ടാണ് HDFCയുടെ റിസൾട്ടിനോട് മാർക്കറ്റ് വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും HDFC ഒരു റിക്കവറി നടത്തുകയും. ഇപ്പോൾ നിഫ്റ്റിയിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്കാണ് HDFC. അതുകൊണ്ട് തന്നെ HDFCയുടെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു 12%-ലധികം വെയിറ്റേജ് ഉള്ള HDFC 1% മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്നു. അങ്ങനെ 130 പോയിന്റിൻ്റെ ഒരു അപ്സൈഡ് ക്ലോസിംഗ് ഇന്ന് നിഫ്റ്റി നൽകുകയുണ്ടായി. ഇത് കൂടാതെ FMCG സെഗ്മെന്റിലുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന ബിഗ് കമ്പനി, അത് മാർക്കറ്റ് അവറിന് ശേഷമാണ് അവരുടെ റിസൾട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് പോസിറ്റീവായിട്ട് മാർക്കറ്റിന് പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയും റിസൾട്ട് മോശമല്ലായിരുന്നു. കാരണം അത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത റിസൾട്ട് തന്നെയാണ്. നമുക്ക് കാണാൻ കഴിയും അവിടെ ഇയർ ഓൺ ഇയറിൽ 2% സെയിൽസ് ഇമ്പ്രൂവ് ഉണ്ട്. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റിൽ 3% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത ഒരു റിസൾട്ടാണ്. കാരണം നമുക്കറിയാം കൺസംഷൻ ഡിമാൻഡൊക്കെ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇങ്ങനെ ഒരു റിസൾട്ട് കൊണ്ടുവന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ HDFCയുടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ബാങ്കിങ് ഇൻഡെക്സിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ ബാങ്കിങ് സെക്ടറിലുള്ള മറ്റൊരു ഫേവറേറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സിൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതിൻ്റെ ഒരു റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. അതാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ജനുവരി 21-നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അവരുടെ റിസൾട്ട് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ റിസൾട്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും 2023 ഡിസംബർ ക്വാർട്ടറിൽ 2184 കോടിയുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്ത സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ 2024 ഡിസംബർ ക്വാർട്ടറിൽ അത് 2371 കോടിയുടെ ഒരു റവന്യൂ ആയിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ 8.55% ഒരു ഇൻക്രീസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ HDFCയിലൊക്കെ കണ്ടുപോലുള്ള ഒരു ജമ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ 2355 കോടി ഉണ്ടായിരുന്ന റവന്യൂ വർദ്ധിച്ചിട്ടാണ് ഇപ്പോൾ 2371 ആയിട്ടുള്ളത്. അവിടെയും 0.68% ഇൻക്രീസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 1365 കോടി ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ 1501 വർദ്ധിച്ചതായിട്ട് കാണാം. നമുക്കറിയാം ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിലൂടെ നേടുന്ന റവന്യൂ ആണ്. അപ്പോൾ അവിടെ നല്ലൊരു ജമ്പ് ഇവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും വർദ്ധിച്ചതായിട്ട് കാണാം. 1472 നിന്നും 1501 വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കമ്പനിയുടെ ഒരു എക്സ്പെൻസിൻ്റെ ഒരു കോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഇയർ ഓൺ ഇയറിൽ 837 എന്നുള്ള എക്സ്പെൻസ് 854 എന്നുള്ള എക്സ്പെൻസ് ആയിട്ട് ആ ഒരു എക്സ്പെൻസിൻ്റെ ആ ഒരു ലെവൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 892 കോടി ഉണ്ടായിരുന്ന എക്സ്പെൻസ് അത് കുറച്ചിട്ട് 854 വന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 2023 ഡിസംബർ ക്വാർട്ടറിലെ റിസൾട്ടിൽ ഒരു നെഗറ്റീവ് ഫിഗറാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കാണാൻ കഴിയുക. അത് -18 ആയിരുന്നു. ജൂൺ ക്വാർട്ടറിൽ അത് -27 ആയിരുന്നു. സെപ്റ്റംബർ ക്വാർട്ടറിൽ അത് -9 ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മളത് പോസിറ്റീവിൽ കാണാൻ കഴിയും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇപ്പോൾ 16 കോടിയായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയായിട്ട് കാണാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ ബാങ്കിൻ്റെ മറ്റ് ബിസിനസ്സുകളിൽ നിന്നും
നോർമലായിട്ട് കിട്ടുന്ന അതർ ഇൻകം സോഴ്സുകളിൽ വെച്ച് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കാണാൻ കഴിയുന്നത് 12% വർധനമാണ്. കാരണം 2023 ഡിസംബറിൽ 305 കോടി ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ 2024 ഡിസംബർ ക്വാർട്ടറിലത് 342 വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു 12% ഇൻക്രീസാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഈ നെറ്റ് പ്രോഫിറ്റ്, അതായത് ടാക്സ് ഒക്കെ കഴിച്ചിട്ടുള്ള എല്ലാ ചിലവുകളും കഴിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 325 നിന്നും അത് 342 വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ 5.29% ഇൻക്രീസ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ തകർപ്പൻ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ഈ കമ്പനിയുടെ ലോൺ ബുക്കിൽ വമ്പിച്ച വർധനവ് ഉണ്ടായതായിട്ട് കാണാം. ഏകദേശം 12% വർധനവ് നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ 77,000 കോടിയായിരുന്നു. പിന്നീട് 80,000 കോടി, 82,000 കോടി, 84,000 കോടി, അവിടെ നിന്ന് ഇപ്പോൾ 86,000 കോടിയായിട്ട് കഴിഞ്ഞ 4 ക്വാർട്ടറിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു ലോൺ ബുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും അവിടെയും വലിയൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. 1,22,572 അത് വർദ്ധിച്ചതായിട്ട് കാണാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോൺ ബുക്ക് വർദ്ധിക്കുന്നുണ്ട്, ഡിസ്ബേഴ്സ്മെൻറ്റും വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സ്ട്രോങ് ഗ്രോത്ത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, ഈ ഒരു ലോൺ ബുക്കിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ലോണ് 40% കാണാം. അപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ലോണുകൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻകം സോഴ്സാണ്. അതുപോലെ ബിസിനസ് ലോൺ 15% കാണാം, അഗ്രികൾച്ചർ ലോൺ 19%, പേഴ്സണൽ സെഗ്മെൻറ്റിൽ നിന്ന് 26%. ഇവിടെ നമുക്ക് ആ ലോൺ ബുക്കിൻ്റെ സ്പ്ലിറ്റ് കാണാൻ കഴിയുക. ലോൺ ബുക്കിലുള്ള പേഴ്സണൽ സെഗ്മെൻറ്റ് നമ്മൾ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഹൗസിംഗ് സെഗ്മെൻറ്റിലാണ് ഏറ്റവും അധികം ലോൺ ഇവർ ഡിസ്പോസ് ചെയ്തിട്ടുള്ളത്, 37%. അതുപോലെ മോർട്ടഗേജ് ലോണുകൾ 16%, റീറ്റെയിൽ ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള ലോണുകൾ 12%, അതുപോലെ പേഴ്സണൽ ലോൺ 10%, വെഹിക്കിൾ ലോണുകൾ 9%, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ലോണുകൾ 7%, ലോൺ അഗെയിൻസ്റ്റ് ഡെപ്പോസിറ്റ് 7%. ഇങ്ങനെയൊക്കെ അതിൻ്റെ സ്പ്ലിറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ മോർട്ടഗേജ് ലോണിലും അവിടെ വർധനവുണ്ടായതായിട്ട് കാണാം. അതുപോലെ ഹോം ലോണിലും വർധനവുണ്ടായിട്ട് കാണാം. ഓട്ടോ ലോണിലും വർധനവുണ്ടായിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് ലോണുകളിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗോൾഡ് ലോണിലും വർധനവുണ്ട്. പേഴ്സണൽ ലോണിലും വർധനവ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കമ്പനിയുടെ ബ്രാഞ്ചുകളുടെ എണ്ണം 948 എന്ന നമ്പേഴ്സിൽ നിന്നും 950 2 ബ്രാഞ്ചുകൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ആഡ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ 1315 ATMകൾ അക്രോസ് ഇന്ത്യ ഉണ്ട്. അതുപോലെ ഈ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളൊക്കെ ഒരു സെമി അർബൻ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു കേരള ബേസ്ഡ് ബാങ്ക് എന്നുള്ള നിലക്ക് പൊതുവെ ആ ഒരു ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ വലിയ തോതിൽ മറികടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ ലോൺ ബുക്കിൽ നമുക്ക് കാണാം കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 64% ഇവർ ഔട്ട്സൈഡ് കേരള ആയിരുന്നു ലോൺ ഡിസ്ബേഴ്സ് ചെയ്തത്. കേരളത്തിൽ 36% അതിപ്പോൾ കേരളത്തിൽ കുറഞ്ഞതായിട്ട് കാണാം, 30% ആവുകയും കേരളത്തിന് പുറത്ത് 70% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കമ്പനി ഔട്ട്സൈഡ് കേരള ജോഗ്രഫിക്കലായിട്ട് ചെറിയ തോതിൽ വളരുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാൻ ഇന്ത്യ പ്രസൻസ് നൽകാൻ സഹായിക്കും. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചുകൾ അവർ മറ്റ് നോർത്ത് ഇന്ത്യൻ മേഖലകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏതൊരു ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴും അവിടെ NPA ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. ബാഡ് ലോൺസ് അല്ലെങ്കിൽ തിരിച്ചു കിട്ടാത്ത കടങ്ങൾ, ഇതൊക്കെ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പഴയ ഓൾഡ് ലോൺ ബുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 66% മാത്രമാണ് കോർപ്പറേറ്റ് മേഖലയിലുള്ള ലോൺ ബുക്ക്. അതിപ്പോൾ 98% വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഗ്രോസ് NPA 4.87% നിന്ന് 4.30 കുറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാം NPA എന്ന് പറയുന്നത് ഈ കിട്ടാ കടങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ്. അതിൻ്റെ നെറ്റ് NPA 2.53% നിന്ന് 1.25% ആയിട്ട് കുറഞ്ഞതായിട്ടും കാണാം. അപ്പോൾ ഇത് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിസൾട്ടുകൾ വളരെയധികം പോസിറ്റീവാണെന്ന് കാണാം. അപ്പോൾ ഈ ഒരു റിസൾട്ടിനോട് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചതായിട്ട് കാണാം. ഏകദേശം 4% ഒരു അപ്സൈഡ് മൂവ് ഇന്ന് ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷം കാര്യമായ റിട്ടേൺ ഒന്നും നൽകാതിരുന്ന ഒരു കമ്പനിയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പക്ഷെ നമ്മളൊരു ലോങ് ടേം 5 ഇയേഴ്സിൻ്റെ ഒരു ചാർട്ട് പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും 159% ഒരു റിട്ടേൺ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത ഒരു റിട്ടേൺ ആണ്. 80-90 ലെവലിലുള്ള റിട്ടേൺ ആണ് നിഫ്റ്റിയുടേതെങ്കിൽ
ഇത് അതിൻ്റെ നേരെ ഡബിൾ ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലോങ് ടേമിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ ചില ഫൈനാൻഷ്യൽ റേഷ്യോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 5.62 ആണ്. ഇൻഡസ്ട്രി PE 10.6 ആണ്. ഇൻഡസ്ട്രി PEൻ്റെ നേരെ പകുതിയോളം മാത്രമാണ് സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് കാണുക. കൂടാതെ ബുക്ക് വാല്യൂ 33.7 ആണ്. ബുക്ക് വാല്യൂവിനേക്കാൾ താഴെയാണ് കറണ്ട് പ്രൈസ്. തീർച്ചയായിട്ടും സ്ട്രോങ്ലി അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഡിവിഡൻഡ് ഈൽഡ് 1.12% ആണെന്ന് കാണാം. അതും മോശമല്ലാത്ത ഒരു ഡിവിഡൻഡാണ്. 26 രൂപ മാത്രം കറണ്ട് പ്രൈസുള്ള ഒരു സ്റ്റോക്കിൽ നിന്ന് അത്ര ഒരു ഡിവിഡൻഡ് കിട്ടുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏകദേശം ഒരു 12% സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കമ്പനി തീർച്ചയായിട്ടും ഒരു ഗ്രോയിങ് കമ്പനിയാണ്. പക്ഷേ വളരെ സ്ലോ ആണ് അതിൻ്റെ ആ ഗ്രോയിങ്ങിൻ്റെ ആ ഒരു പേസ് എന്ന് പറയുന്നത്, അത്ര ഫാസ്റ്റ് അല്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ക്വാർട്ടർലി റിസൾട്ട് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും അടുത്ത ക്വാർട്ടറുകളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പുരോഗതി നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.